എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് അന്ന് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അമ്മ കുറച്ച് ഔഷധ ചെടികളൊക്കെ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് കർക്കിടകത്തിൽ കഞ്ഞി വെക്കാൻ വേണ്ടി പറിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടൊരു കഞ്ഞി ഉണ്ടാക്കാമെന്ന് കരുതിയേ. ഇന്ന് കർക്കിടകം ഒന്നാണല്ലോ. നമ്മുടെ ചെറുളയും കൊടിയാമണക്കുമാണ്. ഇത് രണ്ടും കൂടെ, ഇതിൻ്റെ രണ്ടിനെയും കൂടെ നീരെടുത്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇനി അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണേ. ചെറുതാക്കി അരിഞ്ഞെടുത്താലേ മിക്സിയിൽ നന്നായിട്ട് അരിയുള്ളൂ. അപ്പോൾ ആദ്യം കൊടിയാമണക്കൊന്ന് അരിഞ്ഞെടുത്തു. ഇനി ഇത് ചെറുളയാണ്. ചെറുളയും നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ കുറേശ്ശെയായിട്ട് ഇട്ട് ചെറുതായിട്ടല്ല നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല നീര് കിട്ടുന്നത് രീതിയിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാൻ ഇത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നീരെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം അതിൻ്റെ നീരെടുക്കുക, പിന്നെ അതിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതിൽ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കുക. നീര് മുഴുവനായിട്ടും പിഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചണ്ടിക്കൊരു വൈറ്റ് കളറാവും. അതുവരെ നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഈ വെള്ളത്തിലാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കഞ്ഞിക്ക് ആവശ്യമുള്ള അത്രയും ആ നീര് എടുക്കണം, വെള്ളം ചേർത്തിട്ട്. അങ്ങനെ ആ വെള്ളം തിളച്ചതിന് ശേഷം ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ അരി ഇടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരി ഇടുക. ഞാനിപ്പോൾ റേഷൻ അരിയാണ് ഇടുന്നത്. ശരിക്കും ഇതിന് കുറിയരി അല്ല നമ്മുടെ മട്ടരിയൊക്കെ ആണെങ്കിൽ ഷുഗറുകാർക്കൊക്കെ ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണ് ഈ കഞ്ഞി. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അരിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അത് തിളയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്കൊരു അരപ്പും കൂടെ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നാളികേരത്തിൻ്റെ ഒരു അരമുറി തേങ്ങയും അല്പം ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോഴേക്ക് ഇവിടെ കഞ്ഞി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അരച്ചു വെച്ച അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്തൊന്ന് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അത് നന്നായിട്ട് തിളയ്ക്കണം എന്നൊന്നുമില്ല. അടുപ്പിൻ്റെ ചൂടത്ത് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ചേക്കുക. അങ്ങനെ നമ്മുടെ കഞ്ഞി ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഇലയിലൊക്കെ കഞ്ഞി വിളമ്പുകയാണേ. അപ്പോൾ ഇത് രാത്രിത്തേക്കുള്ള ഫുഡാണ് ഇന്നത്തെ. അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്നായതുകൊണ്ട് ഒരു കർക്കിടക കഞ്ഞി തന്നെ ഫസ്റ്റ് ഡേ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ അതിലേക്ക് മമ്പയറിൻ്റെ ഒരു ഉപ്പേരിയും ഒരല്പം അച്ചാറും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ അത്താഴം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.